ഗുഡ് മോർണിംഗ്. ഇന്ന് എന്നാ സ്പെഷ്യൽ എന്നറിയാം ലഞ്ചിന്. ഇന്ന് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞാൽ ലോ കാർബ് വേർഷൻ ഓഫ് ഫ്രൈഡ് റൈസാണ്. ഫ്രൈഡ് റൈസ് എന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് റൈസ് അല്ല ഞാൻ ചേർത്തിരിക്കുന്നത്. അത് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ്സ് ഗോ വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഫൈനൽ ഇന്നത്തെ ലഞ്ച്. ഇതാണ് ലോ കാർബ് ചിക്കൻ ഫ്രൈഡ് റൈസാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നല്ല പറയുന്നത്, മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ്. വെജിറ്റബിളും ചിക്കനും എഗ്ഗും ഒക്കെ ഉള്ള ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഇത്. വെരി ടേസ്റ്റി. ഞാൻ ഉണ്ടാക്കിയതിന് ഇത്രയും മാത്രമേ ഇനി മിച്ചമുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിന് വേണ്ടി ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചു. ഇവിടെ കുക്ക് ചെയ്ത് ഫ്രൈ ചെയ്ത ചിക്കനാണ്. പിന്നെ കുറച്ച് വെജിറ്റബിളും, ഒണിയനുണ്ട്, കുറച്ച് മഷ്റൂമുണ്ട്, ക്യാബേജ് ഉണ്ട്, രണ്ട് സെലറി സ്റ്റിക്ക് ഉണ്ട്, 2 എഗ്ഗും എടുത്ത് വെച്ചു. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞ് വെളുത്തുള്ളി അല്ലി ഉണ്ടായിരുന്നു. അത് ഞാൻ പയ്യെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും സവോളയും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് ആഡ് ചെയ്യാം. ആദ്യമേ ഞാൻ മഷ്റൂം അങ്ങിട്ട് വഴറ്റി, അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാബേജ് ചേർക്കാം. ഓരോ വെജിറ്റബിളും. പിന്നെ സെലറി നമുക്ക് അവസാനം ചേർത്താൽ മതി. ക്യാബേജ് ഇട്ടും കൂടെ വഴറ്റിയെടുക്കാം. ക്യാബേജിൻ്റെ കൂടെ ഞാൻ അധികം ഉപ്പ് ചേർക്കുന്നില്ല, കാരണം അവസാനം സോസ് ചേർക്കാനുള്ള കാരണം. ഇപ്പോൾ ഉപ്പും കുരുമുളകും കുറച്ച് കുരുമുളക് ഞാൻ ചേർത്തേക്കാം, അല്ലെങ്കിൽ മറന്നു പോകും. അപ്പോൾ ഇനി റൈസിന് പകരം ഞാൻ കോണാണ് ഉപയോഗിക്കുന്നത്. കോണിൻ്റെ ആ കേണൽസ് ഇല്ലേ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് റൈസിൻ്റെ ഒരു കടിക്കാനുള്ള ഒരു ഫീൽ കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ ആ സെലറിയും കൂടെ ആഡ് ചെയ്തു. അവസാനം സോസായിട്ട് ഞാൻ ഓയിസ്റ്റർ സോസും ഒരു ടീസ്പൂൺ സോയ സോസും മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ. അവസാനം ഞാൻ എഗ്ഗ് ആഡ് ചെയ്തു. അപ്പോൾ ഈ ചാനൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.